എന്റെ അന്തോണിസ് പുണ്യാളച്ച ചതിച്ചോ? പശു 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 കൊന്നരക്കൊമ്പി എന്താ വാപ്പി ഇത്? 3000 കൊടുത്ത് വാങ്ങിയ എന്റെ പശു പോയി. അപ്പൊ നീ പശുവിനെ കെട്ടാണ്ടാ ഓടിയത്? അല്ല, പശുവിനോട് പൊക്കളാൻ പറഞ്ഞു. പശുവിനെ കെട്ടാൻ നടക്കണേ. വഴിയുണ്ടാക്കാൻ കരയണ്ട, താൻ ഭഗവതിക്ക് ഒരു പ്രാർത്ഥന കൊടുക്ക, പശു താനേ വരും. ശരിയാ, പോയ പശു അതുപോലെ തിരിച്ചു റിവേഴ്സിൽ വരും. ഓ, പോയ 3000ന്റെ കൂടെ എന്റെ ഒരു 10 ഉറുപ്പിക കൂടി വെളിച്ചപ്പാടിന് പോയിക്കോട്ടെ എന്ന്. നല്ല ബിസിനസ്സാ. എന്നാ താണ്ടിരുന്ന് കരേ വരി നേരെ. അല്ല, എന്താ നിറം? തന്റെ നിറം. പോയിക്കോ അവിടുന്ന്. ഇനി അച്ഛൻ സുഖമായിട്ടൊന്ന് ഉറങ്ങ്, ക്ഷീണം മാറട്ടെ. ഞാൻ ഡോക്ടറെ വിളിക്കാം. എനിക്ക് കഷായം മതി. ഓ, ഒടുക്കത്തൊരു കഷായം. ഈ കഷായം കുടിച്ചു കുടിച്ചാ ജീവിതം തന്നെ കൈപ്പേറിയ ഒരു കഷായായി പോയത്. ഈ പൈക്കളും നായ്ക്കളും ഒരുപോലെയാണ്, രണ്ടും മണത്തില്ലല്ലോ. ആയിട്ടിങ്ങൾക്ക് അറിയാതെ അത് വളർന്ന സ്ഥലം അതായി ആചാര ദൗത്യത്തിലുണ്ടാവുന്നു. എവിടെയെങ്കിലും കെട്ടിയിട്ട് തട്ടാന്റെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു അല്ലേ? കയറ് വിട്ടതാ പറ്റിച്ചു. പോയതെന്തായാലും പോയി, നീ കയറും വിട്ട്. പിന്നെ അതിനെ പറ്റി പറഞ്ഞിട്ട് എന്താണ് നമുക്ക് ഫലം? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. എന്ത് കേക്കാൻ? പുറത്തു പോണ കാര്യം ഒഴിച്ച് എന്ത് വേണോ പറഞ്ഞോ, നമ്മള് കേക്കാം. ഞമ്മക്ക് രണ്ടുപേർക്കും കൂടെ എന്റെ ഇളയപ്പാന്റെ വീട് വരെ ഒന്ന് പോയിക്കൂടെ? അവിടെ നേർച്ചയില്ലേ? പിന്നാമ്പറത്തെ കുന്നിന്റെ മുകളിൽ പോയിരുന്നാൽ എന്ത് ഭംഗിയാ. മയ പേണേന് മുന്നേ ആണേല് 2 മയവില്ലും കാണാം. കൊന്നുകളെ ഞാൻ. അനക്ക് ഇവിടെ എന്താണ് ഒരു കുറവ്? അന്ന നമ്മൾ നല്ലോണം നോക്കണില്ലേ? തിന്നാൻ തരണില്ലേ? ഈ കാണുന്നതൊക്കെ അനക്കുള്ളതല്ലേ? പിന്നെ ഒന്നിച്ച് കയ്യും പിടിച്ച് നേർച്ചയ്ക്ക് പോകാനും പറ്റും. നമ്മളെന്താ പ്രേമിക്കുക? അന്ന കെട്ടണേന് മുന്നേ 2 എണ്ണത്തിനെ നമ്മൾ കെട്ടി. ഉത്സവത്തിന് കൊണ്ടുപോയി, നേർച്ചയ്ക്ക് കൊണ്ടുപോയി, സിനിമയ്ക്ക് കൊണ്ടുപോയി. ഒടുവിൽ എന്തുണ്ടായി? 2 ഓരോ കള്ള നായിന്റെ മക്കളുടെ കൂടെ നമ്മൾ അറിയാണ്ട് ഒളിച്ചോടി പോയി. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഹലോ എന്റെ പുന്നാര മുത്തേ, അന്ന ഞമ്മക്ക് 1000 വട്ടം വിശ്വാസമാണ്. എന്നാലും ഒരു പേടി. അതുകൊണ്ട് അന്ന നമ്മൾ എവിടെയും കൊണ്ടുപോകില്ല. ഈ നാട്ടിലുള്ള ഒരു ഹവക്കും അന്നെ കാണാൻ നമ്മൾ സമ്മതിക്കല. അനക്ക് മയവില്ല് കാണണമെങ്കിൽ ഭയുണ്ട്. ഇങ്ങനെ തണ്ണി വായിലെടുത്ത് തുപ്പിയാ മതി. അതിന്റെ ഉള്ളിൽ കാണാം മയവില്ല്. 7 നിറത്തില്. പക്ഷെങ്കിൽ വെയില് വേണം. അല്ലോ, സൂക്ഷിക്കണം. പെണ്ണുങ്ങളെ ചിരിയേക്കുന്നുണ്ട്. ആചാര ബീവിനെ നമ്മൾ കണ്ടു എന്ന് അറിഞ്ഞാൽ അയാൾ നമ്മളെ മയ്യത്താക്കും. മയ്യത്തായാലും ശരി, എനിക്ക് എന്റെ പശുവിനെ കിട്ടണം. എന്നാലൊരു കാര്യം ചെയ്യാം, ആചാരം നേരിട്ട് എന്ന് കാണാതെ നമുക്ക് നേരെ ആലോചിച്ച് നോക്കിയാൽ എന്താ? എന്നവാ, എനിക്ക് ആചാരം എന്തിനാ? പശുവിനെ കിട്ടിയാ മതി. ഇതിനകത്തില്ല. അയാളെ നമ്പാൻ പറ്റൂല, അയാൾ തോത്തിന്റെ പുറത്തും കെട്ടും. വാ പോയൊക്കെ ഉണ്ടാവും. വേഗം കയറിക്ക്, ആചാരം നോക്കാം. അയ്യോ, ചാടല്ലേ, ഇവിടെ ചാണകക്കുഴിയാണ്. ആരോ തൊടിയിൽ കടന്നിട്ടുണ്ടല്ലോ. ഈ പട്ടാപ്പകല് നമ്മുടെ താടിന്റെ വീട്ടിൽ കള്ളന്മാരാ. അകത്ത് പോ, അകത്ത് പോ, ഈ അകത്ത് പോ. എന്നെ അവർ കണ്ട ആരാണ്ടാ ചോദിക്കാണ്ട് തൊടി കടന്നത്? ഇത് പെണ്ണുങ്ങളുള്ള വീടാണെന്ന് അറിയില്ലേ? ഞാൻ ചെയ്താമാരാണ്ടാത്. ആചാരെ, എന്റെ 3000 പോയി. ആചാരെ, ആ പശു കയറും കൊണ്ടോടി. ചാണകൂയിൽ ഏതായാലും ഇല്ല. അത് ഞങ്ങൾ നോക്കി. ആചാരം ഒന്ന് ചുറ്റും നോക്കി, അവിടെ എവിടെങ്കിലും ഉണ്ടാവും. ആ തട്ടാം ഭാസ്കരന്റെ അച്ഛൻ മരിച്ച് നിലവിളി കേട്ട് എല്ലാം മറന്ന് ഞാൻ ഓടിയത് ഒടുവിൽ എങ്ങനെ ആയല്ലോ കർത്താവേ. ചാവാങ്ങന്റെ നേരെ അവര് മയ്യത്തായ. ഔവക്കർ പറഞ്ഞിട്ടാണ് നമ്മൾ വിവരം അറിഞ്ഞത്. പടച്ചോ നിരീച്ച മനുഷ്യന് തടുക്കാൻ പറ്റില്ല മോനെ. ആൾക്കാരും വന്ന് തുടങ്ങില്ല അല്ലേ? എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു.
സാധനം നന്ന്. എന്നാലും ഭാസ്കര, കൂലിത്തിരി കടുപ്പാ. 187 രൂപ. ഓ, പണിക്കരാശാൻ നിർബന്ധിച്ചാൽ ആ ഞാൻ 1 രൂപ കുറയ്ക്കും. പക്ഷെ നിർബന്ധിക്കരുത്. ആ ഒന്നാലോചിച്ച തന്റെ തൊഴിലാ നല്ലത്. സ്വർണ്ണ ഐശ്വര്യമുള്ള ലോഹ. ഇഷ്ടപ്പെട്ടോ? 187 രൂപയായി. നന്നായിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഈ ഡിസൈൻ പകരം ഇപ്പൊ ഇറങ്ങിയ ഒരു ഡിസൈൻ ഇല്ലേ, അത് മതിയായിരുന്നു. ഏത് ഡിസൈൻ? ദാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ആ ഇങ്ങനെ ഇങ്ങനെയല്ലേ? ആ അതിന്റെ ഒരു ഏകദേശ രൂപം തന്നെയാ ഇത്. പിന്നെ ഇങ്ങനെ വട്ടത്തില് കുത്തുകുത്തായിട്ട് ഒരു ഡിസൈൻ ഉണ്ട്. ആ അതാണ് ഇതിന്റെ സൈഡിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. ഉം. പിന്നെ പിന്നെ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട്. അത് തമിഴ്നാട്ടുകാരുടെ ഡിസൈനാ. ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. വേണമെങ്കിൽ ഇങ്ങോട്ട് വരുത്താം. 5 ദിവസത്തെ പണിയേ ഉള്ളൂ. മതി മതി, വട്ടത്തിലും നീട്ടത്തിലും ഒന്നും ഇനി പണിയണ്ട. ഇത് മതി. നല്ല ഒന്നാന്തരം കമ്മല്. ഭാസ്കരൻ പോ, പൈസ ഞാൻ വീട്ടിലേക്ക് എത്തിക്കാം. ചായ കുടിച്ചിട്ട് പോവാട്ടോ. ഒരു ടോയും ഇല്ല. ചായ കുടിക്കാനൊന്നും അവന് നേരല്ല. ചാക്ക് കണക്കിനല്ലേ സ്വർണ്ണം ഉരുക്കാനും വളയ്ക്കാനും അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്, അല്ലേ പാക്കര? അങ്ങനെയൊന്നുമില്ല. കമ്മല് ശരിയായോ ഭാസ്കര? ആ ശരിയായി ശരിയായി. നോക്കട്ടെ. എന്റെ ഈ മാലയും കൂടെ ഒന്ന് ഉടച്ചു പണിയണം. അതൊന്നും ഇപ്പൊ വേണ്ട, സമയമാവുമ്പോ ഞാൻ പറയാം. ഉടച്ച് പണിയുന്നതിൽ നല്ലത് വേറൊന്ന് പണിയുന്നതാ. മാറ്റ് കുറയും. ആ ഭാസ്കരൻ പറഞ്ഞതാ ശരി, മാറ്റി കുറയ്ക്കണ്ട. എന്താ ഭാസ്കര, ഭാസ്കരനെ അറിയാഞ്ഞിട്ടാ. ഈ അമ്മയ്ക്കും മോൾക്കും സ്വർണം എന്ന് പറഞ്ഞാ വെകിളിയാ. കയ്യില് സ്വർണം, കാലില് സ്വർണം, മൂക്കില് സ്വർണം, വായില് സ്വർണം. ഇങ്ങനെ പോയാ അവസാനം ഇവര് എന്നെ ഉരുക്കി വെക്കും. ഭാസ്കരൻ പോ. അച്ഛൻ എന്ത് പണിയാ കാണിച്ചേ? ആ ഭാസ്കരേട്ടന് മുമ്പ് വെച്ച് അമ്മയോട് ഇങ്ങനൊന്നും പറയണ്ടായിരുന്നു. ഏയ്, അവൻ തട്ടാനാ, നീ പണിക്കെത്തിയാ. ഈ പണിക്കര് നിന്റെ തന്തയാ. നീ മാനത്ത് കാണുമ്പോ ഞാനത് മനസ്സിൽ കാണും. കയ്യിൽ ഇങ്ങനെ 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 പടം വരച്ചിട്ടുള്ള കളി ഉണ്ടല്ലോ, അത് ഈ തന്തയുടെ മുമ്പിൽ വെച്ച് വേണ്ട. വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് കഴുകിക്കളാ. വച്ചോണ്ടിരുന്ന ക്ലാവ് പിടിക്കും. ആണല്ലേ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പറയാൻ? ഞാൻ ഒറ്റ തൊഴി വെച്ച് തരും. അമ്മയും മോളാ പറമ്പിൽ ചെന്ന് കിടക്കും. തൊഴിക്കാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടാവാതിരിക്കാനാ തൊഴിക്കുന്നത്. എന്താ മോളെ ഉണ്ടായേ? ഞാൻ ആ ഭാസ്കരേട്ടനോട് ഒന്ന് സംസാരിച്ചതിന് അച്ഛൻ. ആ അത്രേ ഉള്ളൂ. എന്റെ മോള് സംസാരിച്ചു. അയൽവക്കക്കാരോട് സംസാരിച്ചോണ്ടേ ഇവിടെ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. എന്ത് നല്ല ചേർച്ച. ഒരു ഞാത്തോടെ തീർപ്പിക്കണം. വേണ്ടട്ടോ, രാത്രി വേലി ചാടുമ്പോ ആരെങ്കിലും കാണും. എന്നായാലും ഒരിക്കൽ ആരെങ്കിലും കാണണ്ടേ? രാത്രി കണ്ടാൽ കൂടുതൽ എളുപ്പമായി.
നമ്മുടെ കല്യാണം വേഗം നടക്കും. അയ്യോ അച്ഛന് ചെറിയ സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും സാരമില്ല. ഒരു ദിവസം നിന്റെ അച്ഛനെ ഞാൻ തട്ടിക്കോളാം. എന്താ അച്ഛാ? എന്താ? നീ ബീഡി വിളിക്കാറുണ്ടോടി? വീഡിയോ ഇല്ല. ഒന്ന് ഊതിയേ. ഏ? ഊതാൻ ഒട്ടും. എന്താ എന്താ ഇവിടെ ഈ ബഹളം? അച്ഛൻ ചോദിക്കുക ഞാൻ ബീഡി വലിക്കാറുണ്ടോന്ന്. ആ അവളല്ല, ഞാനാ വലിക്കാറ്. ഇങ്ങോട്ട് വന്നേ. ആതിരാ നേരത്തെ ഒരു ബീഡി വലി കണ്ടുപിടുത്തം. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു.